നമ്പർ 1660 മംഗലാപുരത്ത് നിന്നും കോട്ടയം തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം മലബാർ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് 2-3 ദിവസമൊക്കെ ആയിട്ടോ. എന്താണെന്ന് വെച്ചാൽ നാട്ടിലായിരുന്നു, പിന്നെ ആകെ കുറച്ച് മടിയും കാര്യങ്ങളും കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് നമ്മൾ കോട്ടയത്തോട്ട് പോരുന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് പിന്നെ ആദ്യം വന്ന ഉടനെ 3 ദിവസം എൻ്റെ വീട്ടിൽ, 3 ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, 3 ദിവസം എൻ്റെ വീട്ടിൽ, അങ്ങനെ ഒക്കെയാണ് നിൽക്കൽ. അപ്പം പോരുന്ന അന്ന് രാവിലെ ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുന്ന കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഇവിടെ ആകെ പണിയാണ്, ബാത്റൂമിൻ്റെയും അങ്ങനെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഉമ്മ വൈകിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു, നമ്മളതൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് വൈകിട്ട് തന്നെ ഇറങ്ങി. നമ്മളൊരു ഉച്ചൻ്റെ ശേഷമാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നത്. പിന്നെ ഒരു വൈകിട്ട് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി. അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതാ എൻ്റെ താത്തയും കാക്കയും മോനും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തരാണ് കേട്ടോ. രാത്രി 10:30 നമ്മൾ ട്രെയിൻ, മലബാർ എക്സ്പ്രസ് ആണ്. അപ്പം ഇത് ഇപ്പോൾ അതാ കോഴിക്കോട് എത്താൻ നേരത്ത് കോഴിക്കോട് എത്തി കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിൻ്റെ മുന്നിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മൊത്തം നൈറ്റ് ലൈഫാണ്, ഫുള്ള് ഹോട്ടലും കാര്യങ്ങളും. അല്ലെങ്കിലും കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഹോട്ടലുകളൊക്കെ 24 hours ഉണ്ട്. കുറേ പുതിയ ഹോട്ടലുകളും കാര്യങ്ങളുണ്ട്. ഞങ്ങൾ നാട്ടിലെത്തിയാൽ എന്തായാലും ഒരു ദിവസമെങ്കിലും കോഴിക്കോട് പോയി ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി, ട്രെയിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10:30 ട്രെയിന്. നല്ല മടിയുണ്ട് കേട്ടോ. ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പോവുക, അവിടെ എത്തിയ എല്ലാവരും അവസ്ഥ നമുക്ക് ഒരിക്കലും നാട്ടിൽ നിന്ന് പോകാൻ തോന്നൂലല്ലോ. അപ്പം ഇങ്ങനെ ഇതാ ട്രെയിന് കുറച്ച് ലേറ്റാണ്, ഒരു 1 മണിക്കൂർ ലേറ്റാണ്. അപ്പം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10:45 ട്രെയിൻ എത്തി. അപ്പം ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ AC കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നത് കേട്ടോ. നമ്മൾ മെട്രോ ട്രെയിൻ കാര്യങ്ങൾ അങ്ങനെ കയറിയിട്ടുണ്ട്, അല്ലാതെ നമ്മൾ നോർമൽ യാത്ര ചെയ്യണത് ഇങ്ങനത്തെ ഈ ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് AC കയറുന്നത്. അപ്പോൾ ഇതാ കയറി 17-18 നമ്മുടെ സീറ്റ് നമ്പർ. അപ്പം ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവർ നല്ല ബെഡ്ഷീറ്റ്, കമ്പിളി, അതുപോലെ പില്ലോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള പുതിയ ഫ്രഷ് ബെഡ്ഷീറ്റും കാര്യങ്ങളാണ് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആണ്, ഓരോ ബർത്തിനും. അങ്ങനെ ഇതാ നമ്മളൊരു ട്രെയിനിന് എന്തായാലും ഭാഗ്യത്തിന് മോനൊന്നും വഴക്കുണ്ടാക്കിയില്ല, പോയ പോലെ അല്ലായിരുന്നു. ആൾ കിടന്ന് ഉറങ്ങിയിട്ടോ രാത്രിയായപ്പം. അങ്ങനെ 5:30 നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ നമ്മളിവിടെ ഇറങ്ങി. പിന്നെ ഇതാ ട്രെയിന് തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരുവനന്തപുരം വരെയുള്ള ട്രെയിനാണ്, മംഗലാപുരം ടു തിരുവനന്തപുരം ട്രെയിനാണ്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷീണമില്ല. എന്നാൽ പിന്നെ നമ്മൾ സമയം നോക്കണമല്ലോ. അതായത് ലാസ്റ്റ് സ്റ്റേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ എത്തുമോ എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ ഉറങ്ങി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉറക്കക്കുറവുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നേരെ പിന്നെ കോട്ടയം ഓട്ടോ എടുത്തിട്ട് നമ്മൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അങ്ങനെ നമുക്ക് തൊടുപുഴ ബസ് കിട്ടി. തൊടുപുഴ ബസ് കയറി നമ്മൾ സ്ഥലത്ത് ഇറങ്ങി, പാലയിലിറങ്ങി. പിന്നെ അതാ വീട്ടിലെത്തി. വീട്ടിലത്തെ ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ലഗേജ് എന്ന് പറയാൻ നമ്മൾ 2 ബാഗും അതുപോലെ നാട്ടിൽ നിന്ന് കുറച്ച് തേങ്ങ കൊണ്ടുവരുന്നിരുന്നു കേട്ടോ. അപ്പോൾ കാറിലാണെങ്കിൽ കുറേ സാധനം കൊണ്ടുവരായിരുന്നു. അപ്പോൾ ട്രെയിനിലായതുകൊണ്ട് വിചാരിച്ച പോലെ കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. അത്യാവശ്യമുള്ള തേങ്ങ ചെറിയ 5 തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വന്ന പാടെ ഞാനിതാ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങി നോക്കുകയാണ്. അപ്പം ചെടിയൊക്കെ എന്തായി നോക്കുകയാണ് കേട്ടോ. ഇനി ഇതാ സാധനങ്ങളൊക്കെ ഒന്ന് കിച്ചണിലോട്ട് വെക്കുകയാണ്. ഇതാണ് മെയിനായിട്ടുള്ള ഒരു കനലുള്ള സാധനം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതിലാണ് തേങ്ങയും പിന്നെന്താ ഈ ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറിൻ്റെ കുഞ്ഞി അരി അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മളിവിടെ ഇറങ്ങിയ പാടെ പാലയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ടാട്ടോ വന്ന്. പിന്നെ ഇതാ വെളിച്ചെണ്ണ 2 കുപ്പി എടുത്തിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അത്. പിന്നെ ഓരോ സാധനങ്ങളും കണ്ടിട്ടേക്കാണ്. പിന്നെ ഉമ്മ ബീഫ് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി തന്നിരുന്നു കേട്ടോ. അങ്ങനെ അത് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. അത് നമ്മൾ രാത്രി പോരുമ്പോൾ ഉമ്മ അന്ന് വൈകിട്ട് വെച്ചിട്ട് രാത്രിയായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് തണുത്തതിന് ശേഷമാണ് ഇങ്ങനെ ബോക്സിലാക്കി തരുന്നത്. പിന്നെ ഇതാ വന്ന പാടെ ഫ്രിഡ്ജില്ല, ഇതിലെ വിരിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടാണ്. അപ്പം ഫ്രിഡ്ജ് കുറച്ചൊന്ന് നമ്മളെ ഇതാക്കി കുഴപ്പിച്ചു.
ഞാൻ വന്ന പാടെ ഇതൊക്കെ ഒന്ന് സ്റ്റെബിലൈസറും കാര്യങ്ങളൊക്കെ വെച്ച് ഫ്രിഡ്ജൊന്ന് ഓണാക്കിയിടുകയാണ്. ഒക്കെ നമ്മൾ നീറ്റാക്കി ക്ലീനാക്കി പോയതാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വലിയ പൂപ്പലും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പം അത് ഓണാക്കി. ഇനി ഓണായി സൗണ്ട് വരാൻ ടൈം എടുക്കും. ലൈറ്റൊക്കെ ഓണായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കണം. അതുപോലെ ഇന്ന് ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഏകദേശം സമയം വീട്ടിലെത്തിയപ്പം നമ്മൾ ഒരു 7:30 സമയമായി. പിന്നെ ബാഗിലൊക്കെ നമ്മളെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ സാധനങ്ങൾ അപ്പം തന്നെ ഞാൻ കഴിയണതും വേഗം ഓരോരോ ബോക്സിൽ അതാത് സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ചായ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പാൽപ്പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ വേഗം പാൽ ചായ ആക്കി എടുത്തു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടെന്നല്ലേ, അപ്പോൾ ചായയൊക്കെ ആക്കി എടുത്തു. എന്തോ ഒരു പോലെ കേട്ടോ, നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ദിവസം നിന്നിട്ട് ഇവിടെ വന്ന് പിന്നെ വീണ്ടും നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യില്ല. അപ്പം നല്ലൊരു മടി തന്നെ കേട്ടോ എല്ലാത്തിനും വന്നത്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുറച്ച് ചായപ്പൊടി പാൽപ്പൊടീൻ്റെ ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അതൊക്കെ എടുത്തു. പിന്നെ കുറച്ച് മിഠായി കാരക്കകൾ അതൊക്കെ പിന്നെ ഗൾഫിൽ നിന്ന് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് ഒരാൾ ഉംറക്ക് പോയപ്പോൾ കൊണ്ടുവന്നാണ്. നല്ല ഈത്തപ്പഴമായിരുന്നു കേട്ടോ. പിന്നെ നെയ്യ് ഉമ്മ ഉണ്ടാക്കിയതാട്ടോ വീട്ടിൽ. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ. നല്ല നെയ്യായിരുന്നു. അവിടെ പാല് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് വെച്ച് ഉമ്മ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ഫ്രിഡ്ജിലെ ഈ ഓരോ സാധനങ്ങളില്ലേ, ഇതെല്ലാം ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. കമ്പാർട്ട്മെൻറ്റ്സ് എല്ലാം അതൊക്കെ ഒന്ന് അതിലേക്ക് വെക്കുന്നുണ്ട്. ഇതൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി പുറത്തെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇനി ഓരോ സാധനങ്ങൾ ഞാനിതാ ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പം ഫ്രിഡ്ജ് സത്യം പറഞ്ഞാൽ ഓണായിട്ടില്ലായിരുന്നു കേട്ടോ. ഓണായി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനൊരു സൗണ്ട് വരാറുണ്ട്, തണുക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് വരുന്നില്ല. അപ്പോൾ ചിലപ്പം ഇതുപോലെ ഇന്നാളെ അങ്ങനെ ഇതാക്കി നമ്മൾ കേടെന്നു പുതിയത് വാങ്ങാമെന്നൊക്കെ വെച്ച് നിന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തന്നെ ഓണായിട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധനം കതിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും സൗണ്ട് വരുമല്ലോ, ഓണായി കിട്ടുമല്ലോ, തണുക്കുമല്ലോ എന്നൊക്കെ കരുതിയാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത്. പിന്നെ ഓരോ സാധനം ഒരു ഉമ്മ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മ തന്നായിരുന്നു കേട്ടോ. കുഞ്ഞ് നാരങ്ങല്ലേ ചെറിയ വെള്ളം കലക്കണേ, അതും കുറച്ച് മുളകൊക്കെ. പിന്നെ ഐക്യന്ന് വീട്ടിൽ വാങ്ങിയ ഒരു പാത്രമായിരുന്നു കേട്ടോ, ബാംഗ്ലൂർ ഐക്യന്ന്. അപ്പം ഞാനത് മെല്ലെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വാങ്ങിയത് ഇടിയപ്പവും പിന്നെ മുട്ടക്കറിയാണ്. പിന്നെ പൊറാട്ടയും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പൊറാട്ട അല്ലെങ്കിൽ പൊതുവെ പൊറാട്ടനോട് താല്പര്യമില്ല, കഴിക്കും എന്നാൽ അങ്ങനെ അധികം കഴിക്കൂല. അപ്പോൾ എനിക്ക് ഇടിയപ്പം വാങ്ങാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പൊറാട്ടയും വാങ്ങിച്ചു. പൊറാട്ടയുടെ കൂടെ സാമ്പാറുണ്ട്. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ഒരു മുട്ടക്കറി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ. ബാക്കി ഓരോ പരിപാടികളൊക്കെ വന്നിട്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ. അതുപോലെ ചോറൊന്നും ആക്കി എടുക്കുന്നില്ല. ചോറും പുറത്തുനിന്ന് വരുമ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മിഠായികളൊക്കെ ഞാൻ ബോക്സിലാക്കി ഫ്രിഡ്ജിലാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ജോലിക്ക് പോയി വന്നതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ചോറ് വാങ്ങിച്ചിരുന്നു. പിന്നെ ബീഫ് അപ്പം നോക്കിയപ്പോൾ ഫ്രിഡ്ജ് ഓണല്ല എന്നാണ് കേട്ടോ ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ പോണ സമയം കൊണ്ട് വരെ ഫ്രിഡ്ജ് ഓണാകാത്തതുകൊണ്ട് തന്നെ ബീഫ് വീണ്ടും നന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് ബീഫൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് ഈ ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു. ഇപ്പോഴാട്ടോ ഒഴിവ് കിട്ടി, അപ്പോൾ അതൊക്കെ നനച്ച് കൊടുത്തു. പിന്നെ വാഷിംഗ് മെഷീൻ നമ്മൾ ഉള്ളിലോട്ട് വെക്കുന്നതാണല്ലോ. അപ്പോൾ അത് ഒന്ന് പുറത്ത് വെച്ചു. ഉച്ചയ്ക്ക് ശേഷമാട്ടോ അതൊക്കെ ചെയ്യുന്നത്. ഈ പരിപാടികളൊക്കെ അങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്ത് ഉള്ളിലോട്ട് വെക്കാറാണ്. കാരണം ഇതിന് പുറത്ത് ബാൽക്കണി വേറെ ഡോറ് സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ടാണ് പോകാറുള്ളത്. പിന്നെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഇതാ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം ക്രിസ്മസ് ആവാറായി. കോട്ടയം നമ്മുടെ ഈ ഒരു സമയത്ത് നല്ല രസമാട്ടോ ക്രിസ്മസിൻ്റെ സമയത്ത്. അപ്പോൾ ഇതാ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ അവർ നമ്മൾ വന്നപ്പോൾ വീണ്ടും 2 സ്റ്റാറും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഇതാ രാത്രി ഇതാ ഇനി നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകൾ, അധിക ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നില്ല, ഡ്രസ്സൊക്കെ അവിടെ വെച്ചൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ബാഗത്തെ നമ്മൾ കൊണ്ടുവന്ന ലഗേജുകളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് പിന്നെ അലമാരൊക്കെ ഇതാ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതിയിട്ട് ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള നല്ല രീതിയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ജോലിക്ക് പോകാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ അതങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റാക്കി വെക്കും, വീണ്ടും ഇങ്ങനെ കച്ചറായി പോവും. അങ്ങനെ ഇപ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുക്കി വെക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞാനിതാ മൊത്തത്തിൽ പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കുകയാണ്. നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു പണിയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോയി വന്നാൽ, നാട്ടിൽ പോകുമ്പോഴും പണിയാണ്, പോയി വന്നാലും ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് പോയാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിതാ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. ഭക്ഷണം ഞാൻ ഗീ റൈസ് ആട്ടോ ഉണ്ടാക്കി, അത് പിന്നെ കാണിച്ചില്ല. ഗീ റൈസും ബീഫും തന്നെ കഴിച്ചു. അങ്ങനെ ബീഫ് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കിച്ചണിലില്ലേ. അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു. നാളെ രാവിലെ ഗ്രീൻ പീസ് വെച്ചിട്ട് നമ്മളെ മസാല റെഡിയാക്കാമെന്ന് കരുതി. അതും ചായയാണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രീൻ പീസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അതെന്തിനാണെന്നില്ല അടുത്ത വ്ളോഗിൽ പറഞ്ഞുതരാം. അങ്ങനെ അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ പുതിയ നമ്മുടെ ചവിട്ടിയൊക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് പുതിയത് ഇങ്ങനെ മാറ്റി വിരിക്കുകയാണ്. ബാക്കിയെല്ലാം അലക്കാനുണ്ട്, അതിന് ഒഴിവ് കിട്ടുമ്പോൾ അലക്കണം. അതുപോലെ ബേസിനൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സും കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.